ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം, ചിലപ്പോൾ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ അതിൽ എങ്ങനെ തുടക്കമിടണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ചില കാര്യങ്ങളുടെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഈ സമയം മാറ്റാൻ പറ്റും. അതായത് നിങ്ങൾ അറിഞ്ഞ ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു എങ്കിൽ, അത് മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു എങ്കിൽ ഈ സമയം നിങ്ങളത് ചോദിച്ച് കൺഫേം ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കെയർഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട് എന്നുള്ളതാണ്. അതായത് ക്ലിയർ ആയിരിക്കും നിങ്ങളുടെ ചിന്തകൾ. അപ്പോൾ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് പണ്ട് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഈ സമയം കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നിൽ എന്ത് ചലഞ്ച് വന്നാലും അത് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് വാണ്ട്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കുറേ കാര്യങ്ങൾ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ സൽപ്പേരാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രോജക്റ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച പൈസയാകാം. അതായത് ഇത് മറ്റാരെങ്കിലും ചിലപ്പോൾ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാൻ വരുന്ന ഒരു അവസ്ഥയാണ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾ വിട്ടുകൊടുക്കൂല എന്നൊരു തീരുമാനം ഈ ഒരു സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരെ വിട്ടുകൊടുക്കൂല എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലുള്ള പൈസ നിങ്ങൾ വിട്ടുകൊടുക്കൂല എന്നായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ പൊരുതി മുന്നേറാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ശരിക്കും നിങ്ങൾ നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ചിന്തകൾ മാറ്റി ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്തു വന്നാലും, എത്ര തടസ്സങ്ങൾ വന്നാലും അത് പൊരുതി മുന്നേറാൻ ഞാൻ തയ്യാറാണ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു സമയം നിങ്ങൾക്കുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. പൈസയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു എനർജി വളരെ ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബാധ്യതകളൊക്കെ ഒന്ന് മാറി നിങ്ങൾ വളരെ സമാധാനത്തോടു കൂടി, നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ നിന്നും നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു സമയം വരുന്നതുമാവാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അത് വേണ്ടത്ര കൈകാര്യം ചെയ്യാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്കുള്ള പൈസ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഹൈ പ്രിസ്റ്റസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് വരുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ ഇത് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. കുറേ ആൾക്കാർക്കും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എന്നാണ്. നിങ്ങളുടെ ജന്മ ഉദ്ദേശം, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള തോന്നലുകളൊക്കെ ഈ ഒരു സമയം വന്നേക്കാം ഈ ഒരു കാര്യത്തെപ്പറ്റി. അപ്പോൾ മറ്റുള്ളവരെ പോലെ അല്ല, എന്തോ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്, എന്തൊക്കെയോ നിഗൂഢമായ കഴിവുകൾ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ പല കാര്യങ്ങളും വെളിപ്പെട്ട് വരുന്നുണ്ടായിരിക്കണം. അപ്പോൾ ശരിക്കും ഹൈലി ഇൻഡ്യൂട്ടീവായ ആൾക്കാരാണ് ഈ ഹൈ പ്രീസ്റ്റസ് എനർജിയുള്ള ആളുകൾ. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഫെമിനിയൻ എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഇതിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു എനർജിയുണ്ട് ചില ആളുകൾ. അതായത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ്, അങ്ങനെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, അവർ നിങ്ങളുടെ ഉയർച്ചയിൽ വളരെയധികം അസൂയപ്പെടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരാളെ ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു സ്ത്രീയാണെന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അമിതമായിട്ട് സ്വാതന്ത്ര്യം എടുക്കുന്ന തരത്തിൽ അത്തരത്തിലൊരു വ്യക്തി, ഒരു സ്ത്രീയാണ് ഇതിന് പിന്നിലെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്കൊരു നല്ലത് വരുന്നത് കാണാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടിയത് തീർച്ചയായിട്ടും നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ആരൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും അത് നിങ്ങൾ കേൾക്കില്ല എന്നുള്ളതാണ്. കാരണം എന്തെന്നാൽ ഇപ്പോൾ ആര് നമ്മളോട് തെറ്റ് ചെയ്താലും അതിനുള്ള ആ ഒരു കർമ്മഫലം അത് അവർ അനുഭവിക്കും. അപ്പോൾ നമ്മളെ തേടിയെത്തുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മയുടെ ഫലമനുസരിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന മുടക്കാതിരിക്കുക. പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിലൊരു സ്നേഹമാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രണയിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങൾക്കൊരു പ്രണയമൊക്കെ എത്തിച്ചേരാനും സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും ഒരു മെസ്സേജോ കോളോ ഒക്കെ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളിൻ്റെ മെസ്സഞ്ചർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ അത് മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൾ ആയിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ വന്ന് നിങ്ങളോട് ഇങ്ങനെ ഇത്തരത്തിൽ പറയുന്നതായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു സമയം തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് എനർജി ഉണരുന്ന ഒരു സമയമാണ്. നിങ്ങൾ നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും നിങ്ങൾ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും നടക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, എന്തോ പ്രത്യേകത എനിക്കുണ്ട് എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ പാസ്റ്റിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു
സാഹചര്യം വന്നെത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഏസ് ഓഫ് കപ്പ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇതിൽ കുറേ പെൻറ്റക്കിൾസിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ആളെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ കുറേ പൈസയുണ്ട് ഇതിനകത്ത്. ഇതിൽ ആ ഒരു വാതിലുകളെല്ലാം തുറന്നു കിടപ്പും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ആ ഒരു കാര്യം കാണുന്നില്ല എന്നുള്ളതാണ്. ആ വാതിലുകൾ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വിജയത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെയുണ്ട്. പക്ഷേ നിങ്ങളത് ഉപയോഗിക്കാൻ ഇവിടെ മടി കാണിക്കുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്കുള്ള ആ ഒരു വഴി അത് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. മറിച്ച് നിങ്ങളിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അത് പൈസയാകാം, അല്ലെങ്കിൽ ചില ഓർമ്മകളാവാം. അപ്പോൾ ഇതിൽ കൂടുതലും പൈസയാകാം. അപ്പോൾ അത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വയ്ക്കാതിരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ നിങ്ങൾ തേടുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊരു പക്ഷേ അത് അറിയാമായിരിക്കാം, പക്ഷേ അത് നിങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ ഇവിടെ മടി കാണിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതൊന്നും ഉപയോഗിക്കാതെ നമ്മളത് വേസ്റ്റ് ആക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആവാം, അല്ലെങ്കിൽ നിങ്ങളിലുള്ള അറിവുകളാവാം, പൈസയാവാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ സമയം പുറത്തെടുക്കണം, നിങ്ങളത് ഉപയോഗിക്കണം എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ദൈവം തരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ്. പിന്നെ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഒരു നഷ്ടബോധത്തിൻ്റെയൊക്കെ ഒരു ചിന്തയിൽ കുറേ ആളുകൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ പ്രിയപ്പെട്ട പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി, പല വ്യക്തികളും അകന്നുപോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിവിടെ തീർച്ചയായിട്ടും ഈ ഒരു എനർജിയിൽ നിന്നും പുറത്ത് കടക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കുറേ ആളുകളും പൈസയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യത്തിൽ പെട്ടുപോയി എന്നുള്ളതാണ്. നിങ്ങൾ അതിലിങ്ങനെ ചുറ്റിക്കറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൈസയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ ഇങ്ങനെ അലട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു വിഷമം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള. കാരണം 9 ഓഫ് പെൻറ്റക്കിൾസും കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒക്കെ ഒരു എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പൈസ എത്തിച്ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡായ വഴികളിലൂടെ നിങ്ങളിലേക്ക് പൈസ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാമായിട്ടിരുന്ന് നിങ്ങളുടെ സോളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുവാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണിത്. നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുത്ത് ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര വില തരാതിരുന്ന ആളുകൾ ഈ ഒരു സമയം നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് കേട്ടേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നേക്കാം. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്നൊരു
അവസ്ഥ വന്നേക്കാം. അപ്പോൾ അവർ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും, പുറമേ അങ്ങനെ കാണിച്ചില്ലെങ്കിൽ പോലും, നിങ്ങൾ പറയുന്ന വാക്കുകൾ ശരിയാണെന്നും നിങ്ങളുടെ പ്രവർത്തികൾ ശരിയാണെന്നും ഒക്കെ അവർ മനസ്സിലിങ്ങനെ അവർക്കൊരു തോന്നൽ വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, എന്തു മാറ്റങ്ങളാണ് പല കാര്യത്തിലും വരുത്തേണ്ടത്, അത്തരത്തിലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ചില ആൾക്കാർക്ക് ഇവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾക്കിവിടെ സാധിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ വളരെ ആലോചിച്ചെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. ഇവിടെ ഇമോഷൻസിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നേയില്ല. ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കലുമാണ്. എന്നാൽ മറ്റുള്ളവരോട് സ്നേഹവും നിങ്ങൾക്ക് സഹതാപവും അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ യഥാർത്ഥ ഗുണത്തിലേക്ക് പോകാൻ നിങ്ങൾക്കിവിടെ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ സമയം ഒരു പ്രണയത്തിൻ്റെ ഓഫർ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ ഒരുപാട് എക്സൈറ്റഡ് ആക്കുന്ന ഒരു ഓഫർ ഈ സമയം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ തന്നെ ഒരു ഇൻറ്റ്യൂഷനൊക്കെ വർക്ക് ചെയ്ത് പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു എനർജിയാണ്. അത്തരത്തിൽ കണ്ടുപിടിക്കുമ്പോഴുള്ളൊരു സന്തോഷമാണ് നിങ്ങളിലുള്ളത്. അപ്പോൾ പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വളരെ സ്നേഹം തോന്നുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അത്തരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സന്തോഷം, അത് ഈ ഒരു സമയം നിങ്ങളിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ചില ആളുകൾ നിങ്ങളിവിടെ ആരെയോ കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് ഇവിടെ ആരോ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അതായത് ഉറക്കം നഷ്ടപ്പെടുന്ന തരത്തിൽ നിങ്ങളെ നെഗറ്റീവ് തോട്ട്സ് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ ഇതിലൊരു ദുസ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടാവണം. കാരണം നിങ്ങൾ ശരിക്കും ഇവിടെ വിഷമത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ്. 1-2 ദിവസത്തിന് മുന്നോ അല്ലെങ്കിൽ ഈ സമയത്താണെങ്കിൽ പോലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടതാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും നെഗറ്റീവ് വരുന്നതായിട്ട് അങ്ങനെ അത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നതാവാം. അപ്പോൾ ഇതിൽ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ചിന്തിച്ച് വളരെയധികം ആശങ്കപ്പെടുന്നവരുടെ ഒരു എനർജിയുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ വിട്ടുകളയാനാണ് നിങ്ങളോട് പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഹീൽ ചെയ്യുക എന്നതാണ്. അതായത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു 9 ഓഫ് സോഡ്സ് പറയുന്നത് പെയിൻഫുൾ ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഒരു ചിന്തകൾ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു കാർഡിൽ നിങ്ങളൊരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലാനൊക്കെ വരച്ചിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളൊരു വീട് വെക്കാനായിട്ട് പ്ലാൻ വരയ്ക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ബാങ്ക് ലോണിനൊക്കെ കൊടുത്തിട്ട് ആ ഒരു ബാങ്ക് ലോണ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത്തരത്തിൽ കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതിലൊരു വീടിൻ്റെ എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വീടും സ്ഥാപനവും അതൊക്കെ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരിക്കാം. കുറേ കാലം കൊണ്ട് ഇത് വേണമെന്ന് വിചാരിച്ചിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് നടക്കാതിരുന്നെങ്കിൽ ഈ ഒരു സമയം അത് നടക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിൽ വരുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. മണി എനർജി ഈ സമയം വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഈ സമയം പോസിറ്റീവായിട്ടിരുന്ന് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. അതായത്
എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അപ്പടി കടമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇത്തരത്തിൽ നിങ്ങൾ ഈ സമയം അങ്ങനെയൊന്നും പറയാതിരിക്കുക. നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഒന്ന് ഉയർത്തി വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിൽ പലരും കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്നവരാണ്. ശരിക്കും സ്ട്രഗിൾ ചെയ്ത് ഒരു വിജയം ഉണ്ടായി എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഈ ഒരു നിലയിൽ എത്തുമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയധികം ഒരു വിജയം ഉണ്ടാകുമെന്നോ, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമെന്ന് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു സമയം അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ കുറേ വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ വന്നത്, അല്ലെങ്കിൽ എനിക്കിത്രയും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു പാഠം കിട്ടിയിട്ടുണ്ടായിരിക്കാം. കാരണം പാസ്റ്റിൽ നിങ്ങൾ വിചാരിച്ചിട്ട് ഉണ്ടാവാം, എന്തിനാണ് എനിക്കിത്രയും സ്ട്രഗിൾ തന്നത്, അല്ലെങ്കിൽ എനിക്കിത് പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം. നിങ്ങളത് കടന്നു പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു സ്ട്രഗിള് നല്ലതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പെയിൻ നല്ലതായിരുന്നു, അതിൽ നിന്നും എനിക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റി, എന്നെ കുറേ സ്ട്രെങ്തണാക്കി, എന്നെ കുറേ സ്പിരിച്വലാക്കി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വലിയ ലക്ഷ്യങ്ങളുണ്ട്, നിങ്ങൾ അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ വളരെയധികം ആലോചിച്ച് പുതിയ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ ഫുൾ കാർഡാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് ഇതിലും. അതായത് വളരെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ്. നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ കടമ്പകളാണ് നിങ്ങൾ കടക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ആരൊക്കെ നിങ്ങളെ എതിർക്കും, ഇതൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടാവാം. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടും നിങ്ങളിവിടെ മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും നിങ്ങൾ ഫേസ് ചെയ്യാൻ ഇവിടെ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനത്തെ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം എന്തെങ്കിലും ശുഭകാര്യങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ വിവാഹമോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊരു ഓഫീസ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ അത്തരത്തിൽ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ നിങ്ങളുടെ എനർജി ലെവലുമായിട്ടുള്ള ആളുകളുമായിട്ട് കണക്റ്റ് ആകുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്, നിങ്ങളിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. കാരണം ഇതൊരു മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. നിങ്ങളൊന്ന് ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ
ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾ ബുദ്ധിയും കഴിവും എല്ലാമുള്ള ആളുകളാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയം ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സമയമാണ് ഇത്. അപ്പോൾ ഇന്നലെ മേടമാസത്തിലെ അമാവാസിയായിരുന്നു. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയുടെ തുടക്കമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ഡെവിൾ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിൽ മറ്റാരെങ്കിലും നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ നിങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിരിക്കാം. നിങ്ങളെ ഇഷ്ടപ്പെട്ട വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം. അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വില ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമമുണ്ട് എന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മൾ ഇമോഷണലി ഡൗൺ ആകുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ അടുത്ത സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് എനർജി വന്നു പോയിട്ടുണ്ടാവാം. അത് നിങ്ങളെ എല്ലാ കാര്യത്തിലും പിന്നോട്ട് വലിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം, അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്താകാം, അങ്ങനെയുള്ളൊരു കാര്യത്തിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള ചില ആൾക്കാർ നിങ്ങൾക്ക് നല്ലതല്ല വരുത്തുന്നത്. നിങ്ങളുടെ പൈസ അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലെ ഊർജം അവർ ചോർത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. മാത്രമല്ല നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ഇൻറ്റൻഷൻ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.